അഡ്വക്കേറ്റ് എ ജയശങ്കർ ടെലിഫോൺ ലൈനിലുണ്ട്. അഡ്വക്കേറ്റ് ജയശങ്കർ, ഇന്നലെ SIT നടത്തിയ റെയ്ഡിൽ നിന്ന് കണ്ടെടുത്ത രേഖകൾ പ്രകാരം റിയൽ എസ്റ്റേറ്റ് ഇടപാടുകൾ ഉണ്ടായിട്ടുണ്ട്. ഉണ്ണികൃഷ്ണൻ പോറ്റിയും പത്മകുമാറും തമ്മിൽ തിരുവനന്തപുരത്തും പത്തനംതിട്ടയിലും അടക്കം ഭൂമി വാങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ അയ്യപ്പനെ സംരക്ഷിക്കാതെ പോയതല്ല, അതല്ലെങ്കിൽ ഒന്ന് അരുനിന്ന് കൊടുത്തതല്ല, മറിച്ച് നല്ല നിലയ്ക്ക് സാമ്പത്തിക നേട്ടം ഉണ്ടാക്കിയിട്ടുണ്ട് എന്ന് വ്യക്തമാവുന്നതിന്റെ തെളിവുകൾ ലഭ്യമാവുകയാണ്. ഇതൊരു വളരെ ആസൂത്രിതമായ കൊള്ളയാണ് എന്നാണല്ലോ മനസ്സിലാക്കേണ്ടത്. അതെ, തികഞ്ഞ ആസൂത്രണവും മുന്നൊരുക്കവും ഗൂഢാലോചനയും ഇല്ലാതെ ഇങ്ങനെ ഒരു തട്ടിപ്പ് നടത്താൻ പറ്റുകയില്ല. കാരണം ഇത് ഏതെങ്കിലും ഒരു ക്ഷേത്രത്തിലെ ദേവന്റെ അല്ലെങ്കിൽ ദേവിയുടെ ഗോളക മോഷ്ടിക്കുന്ന പോലെയോ അല്ലെങ്കിൽ തിരുവാഭരണം മോഷ്ടിക്കുന്ന പോലെയോ അല്ലല്ലോ. വളരെ കൃത്യമായി രേഖകളിൽ തിരുത്തൽ നടത്തുകയും തിരിമറ നടത്തുകയും അതിന് പാകത്തിനുള്ള ബോർഡ് തീരുമാനങ്ങൾ ഉണ്ടാക്കുകയും തുല്യനിലയിൽ മോഷ്ടാക്കളായിട്ടുള്ള ഉദ്യോഗസ്ഥരുടെ കൂടി സഹായത്തോടുകൂടി ഈ സ്വർണ്ണപ്പാളികൾ അവിടെ നിന്ന് അഴിച്ചു മാറ്റി അത് ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറഞ്ഞ അങ്ങേയറ്റം സംശയാസ്പദമായ പശ്ചാത്തലമുള്ള ഒരാളെ ഏൽപ്പിക്കുന്നു. അയാൾ അത് അവിടെ നിന്ന് മാറ്റി തൽസ്ഥാനത്ത് സ്വർണം പൂശിയ ചെമ്പ് പാളികൾ കൊണ്ടുവന്ന് കൊടുക്കുന്നു. ഇതാണ് സംഭവിച്ചിട്ടുള്ളത്. അപ്പൊ ഇത് ഒരു സാധാരണ രീതിയിലുള്ള മോഷണമല്ല, അല്ലെങ്കിൽ കവർച്ചയല്ല. പണ്ട് നെയ്യാറ്റിങ്കര സ്റ്റീഫൻ എന്ന് പറഞ്ഞ കുപ്രസിദ്ധനായ മോഷ്ടാവ് ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ മോഷണം നടത്തി. അവിടെ നിന്ന് ഏറ്റുമാനൂരപ്പന്റെ ഒരു ചെറിയ വിഗ്രഹം, സ്വർണം കൊണ്ടുണ്ടാക്കിയ വിഗ്രഹം അയാൾ മോഷ്ടി. അതുപോലെ മറ്റ് പല ക്ഷേത്രങ്ങളിലും പല കവർച്ചക്കാരും മോഷണം അല്ലെങ്കിൽ കവർച്ച നടത്തിയിട്ടുണ്ട്. ആഭരണങ്ങൾ മോഷ്ടിച്ചവരുണ്ട്, സ്വർണം മോഷ്ടിച്ചവരുണ്ട്, വണ്ണാരം കുത്തി തുറന്നു കൊണ്ടവരുണ്ട്. അവരൊക്കെ വെറും പാവങ്ങളല്ലേ, ശിശുക്കളല്ലേ ഇവരായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ. ഇത് വളരെ ശാസ്ത്രീയമായിട്ട് രേഖകളിൽ തിരിമറി നടത്തുന്നു. സ്വർണമായിരുന്നത് ആദ്യം ചെമ്പാക്കുന്നു, ചെമ്പ് പിന്നെ പിച്ചളയാക്കുന്നു, പിന്നെ പിച്ചള കൊണ്ടുപോകാൻ അനുവാദം കൊടുക്കുന്നു, പിച്ചള കൊണ്ടുപോയിട്ട് പകരം സ്വർണം പൂശിയ ചെമ്പ് കൊണ്ടുവന്ന് പുനഃസ്ഥാപിക്കുന്നു. ഇതാരും അറിയുന്നില്ല എന്നുള്ളതിൽ ഏറ്റവും വലിയ കൗതുകരമായിട്ടുള്ള കാര്യം. ഇത് എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷം കണ്ടുപിടിക്കപ്പെടുന്നു. അപ്പോഴാണ് യോഗ്യന്മാർ, നാട്ടിൽ മാന്യന്മാരായിട്ട് നടന്ന ആളുകൾ വെള്ളക്കോളർ മോഷ്ടാക്കൾ എന്ന് പറയാം. വെള്ളക്കോളർ മോഷ്ടാക്കൾ, വെള്ളക്കോളർ കവർച്ചക്കാരും പുറത്തു വരും. അവർ ഭരിക്കുന്ന പാർട്ടിയുടെ പ്രമുഖ നേതാക്കന്മാരായിട്ട് ഇപ്പോഴും താക്കോൽ സ്ഥാനങ്ങളിൽ തുടരുന്നു. അപ്പൊ ഇത് വലിയൊരു വിപര്യായമാണ്.